ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടച്ചിങ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ അത് തന്നെ മനസ്സിലായിട്ടാണ് ഹോം മെയ്ഡായിട്ട് ഇങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. അപ്പം നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് വെച്ചാൽ ഇതുപോലൊരു കുഞ്ഞു ബീട്രൂട്ട്, വളരെ കുഞ്ഞു ബീട്രൂട്ടാണ്, ഒരു മീഡിയം സൈസിനേക്കാളും ചെറുതെന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മീഡിയം സൈസ് വരെ എടുക്കാം. അപ്പോൾ അതിനി നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ പീസാക്കിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. പിന്നെ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ. അപ്പോൾ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മൾ ബീട്രൂട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് തീരെ ബീട്രൂട്ടൊന്നും വെള്ളമില്ലാത്ത രീതിയിലുള്ള ബീട്രൂട്ടാണെങ്കിൽ 1 സ്പൂൺ വെള്ളം വേണം ചേർത്ത് കൊടുക്കുക. പക്ഷേ എനിക്കിവിടെ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം അത്യാവശ്യം നീരുള്ള ബീട്രൂട്ട് തന്നെയായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് ബീട്രൂട്ട് അരിക്കാതെ ഇതുപോലെ തന്നെ കട്ടയോടെ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ട് തോന്നുന്നത് ഇതുപോലെ ലിക്വിഡ് എടുത്തിട്ടാണ്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ നീരൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ കുറേ ഉള്ളത് പോലെയുണ്ട്, അത്രയൊന്നും ഇല്ല, ഒരു 3-4 ടേബിൾ സ്പൂണോടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നോക്കാം. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു സോപ്പിൻ്റെ ബേസാണ്. അപ്പോൾ ഇതേപോലെ ബാറായിട്ട് ഞാനിപ്പോൾ 1 കിലോ ആണ് വാങ്ങിച്ചത്. ആ സമയത്ത് ഞാൻ 6 മാസത്തോളം 210 രൂപ എങ്ങാനായിരുന്നു. ഇപ്പോൾ അതിന് 260 എങ്ങാനും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഇങ്ങനെ സെയിലിനനുസരിച്ച് അവർ വില കൂട്ടുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവരും ഇത് വാങ്ങിച്ചിട്ട് തന്നെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു പിയേഴ്സിൻ്റെ ഒക്കെ ഒരു കട്ടയില്ലേ, ഒരു ലക്സിൻ്റെ ഒക്കെ ആ ഒരു രീതിയിൽ നമ്മൾ എടുത്താൽ മതി. ഒരു 100 ഗ്രാമോളം വരുന്ന രീതിയിൽ എടുത്താൽ മതി. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക്, സ്റ്റീലായാലും ഗ്ലാസിൻ്റെ പാത്രമായാലും കുഴപ്പമില്ല, പക്ഷേങ്കിൽ എന്താ പറയുക, പ്ലാസ്റ്റിക് പാത്രം ഉപയോഗിക്കരുത്. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. അപ്പോൾ നമുക്ക് എത്ര മാക്സിമം ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രയും ചെറുതാക്കി അരിയാം. എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽട്ടായി കിട്ടും. അല്ലെങ്കിൽ കുറച്ച് പണിയായിരിക്കും മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മുടെ സോപ്പ് ബേസും ഞാൻ ചെറുതായിട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 സംഭവമായി. ഇനിയാണ് നമ്മൾ സോപ്പ് മേക്കിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് മൗൾഡ് വേണം. അപ്പോൾ മൗൾഡിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് പാത്രം, കുറച്ചൊരു കട്ടിയെന്ന് തോന്നുന്ന എന്ത് പാത്രവും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ 1 ഐസ്ക്രീമിൻ്റെ ബോൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഇവിടെയുള്ള എൻ്റെ മോളുടെ ടോയ്സിൻ്റെ ഇടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് കുറച്ചൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മതി. അപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയുക, ഞാൻ ഒഴിച്ചത് കൂടിപ്പോയി. അപ്പോൾ ഞാനത് കുറച്ച് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ മൗൾഡിലേക്ക് ഇതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൗൾഡൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോപ്പ് മേക്കിംഗ് ആരംഭിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക്, ഒരു അത്യാവശ്യം വലിപ്പമുള്ള പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ആക്കിയിട്ട്, എല്ലാവർക്കും അറിയാമല്ലോ ഡബിൾ ബോയിൽ ചെയ്യുന്നത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മുടെ സോപ്പിൻ്റെ പാത്രം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് എന്താ പറയുക, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സോപ്പ് മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്കായിട്ടുണ്ട്. കാരണം ചെറിയ പീസായിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അതാ പറഞ്ഞത്, എത്രത്തോളം ചെറുതാക്കാൻ പറ്റും അത്രത്തോളം ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക, അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, സോപ്പ് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം സൂപ്പറായിട്ട് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനിയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് മുഴുവനായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ 1 സ്പൂൺ അങ്ങ് മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഹാർഡായിട്ട് കിട്ടും സോപ്പ്. എൻ്റെത് കുറച്ചൊരു സോഫ്റ്റ് പോലെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതി ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഒഴിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യണം. ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് പത വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഓർമ്മിക്കാതെ എന്നോട് ജസ്റ്റ് ഒന്ന് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് പദം മേലെ വന്നത്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വെച്ചാൽ നമ്മൾ അന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ക്യാരറ്റ് ഓയിലില്ലേ. അപ്പോൾ ആ ക്യാരറ്റ് ഓയിൽ ഞാൻ എന്താ പറയുക, കുറച്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 1 സ്പൂൺ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ഈ ക്യാരറ്റ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ കോക്കനട്ട് ഓയിൽ ചേർത്താലും കുഴപ്പമില്ല. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, നമ്മുടെ 5 രൂപയാണുള്ളത്. അപ്പോൾ അതും ഒന്ന് പൊട്ടിച്ച് ഡ്രോപ്പായിട്ട് ഒറ്റിച്ച് കൊടുത്താലും കുഴപ്പമില്ല. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. പക്ഷേ ഒരുപാട് ലിക്വിഡ് ക്വാണ്ടിറ്റി കയറാൻ പാടില്ല, കാരണം വെച്ചാൽ സോപ്പ് ഭയങ്കരത്തിൽ ലൂസായിപ്പോവും. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക്
അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ സ്മെല്ലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചേർക്കുക, അത്തർ ഉണ്ടല്ലോ നമ്മൾ, അപ്പോൾ സ്പ്രേ അല്ല അത്തർ ഉണ്ടല്ലോ, അത്തർ ചേർത്ത് കൊടുക്കുക. ഇനി അതും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കർപ്പൂരം പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ മോള് സൈഡിലിരുന്നിട്ടുണ്ട്, അല്ലാതെ വേറെ വഴിയില്ല, കാരണം എല്ലാം അവൾ ഉണ്ടാക്കാൻ വിടില്ല. അപ്പോൾ എന്താ പറയുക, നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ പതയൊക്കെ പോയിന് കേട്ടോ. ഇനി നമ്മൾ നേരെ ഇത് മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇത് പെട്ടെന്ന് ചെയ്യണം, അല്ലെ സോപ്പ് പെട്ടെന്ന് കട്ടായി പോകും കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട്, എനിക്കിപ്പോൾ 3 മൗൾഡിലേക്ക് കറക്റ്റായിട്ടുണ്ട്. ഒരു സോപ്പിൻ്റെ തിക്നെസ്സിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, കാരണം നമുക്കറിയാമല്ലോ നമ്മളൊരു സോപ്പിൻ്റെ തിക്നെസ്, ആ ഒരു തിക്നെസ്സിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 4 ഡ്രോപ്സ് എന്താ പറയുക ഫ്രാഗ്രൻസ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ മേലെയുള്ള പതയൊക്കെ നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് എടുത്ത് കളയാൻ പറ്റുന്നതാണ് കേട്ടോ. എങ്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും സോപ്പിന്. അപ്പോൾ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഇനി ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിൽ ഒരു 2 മണിക്കൂർ വെക്കാം. അപ്പോൾ നമ്മുടെ സോപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാവും. അത് ഫ്രീസറിൽ വെക്കാൻ പാടില്ല, താഴെ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്കൊന്ന് ഇതുപോലെ സൈഡിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി, നല്ല എന്താ പറയുക, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു എന്താ പറയുക ഒരു ആത്മവിശ്വാസമൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ സോപ്പ് ഉണ്ടാക്കിയിട്ട് ബിസിനസ് വരെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സോപ്പ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി സോപ്പിൻ്റെ നല്ലൊരു അടിപൊളി സ്മെല്ലും ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ലാവൻഡർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, എസൻഷ്യൽ ഓയിൽ 5 ഡ്രോപ്സോളം. അപ്പോൾ അതിൻ്റെയും കൂടെ നല്ല സ്മെല്ലാണ്. അപ്പോൾ എന്താ പറയുക, പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഇത് എല്ലാ പാത്രത്തിലും ഉണ്ടാക്കാവുന്ന സോപ്പ് ഉരുക്കുന്നതൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രത്തിൽ ഉരുക്കിയാലും നമ്മൾ പിന്നെ അത് കഴുകിക്കഴിഞ്ഞാൽ ആ സ്മെല്ലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പിന് നല്ല ഗ്ലേസിങ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ഹാർഡ്നെസ്സും ഉണ്ട്, ഗ്ലേസിങ്ങും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, പിയർ സോപ്പിൻ്റെ അത്ര ഹാർഡ്നെസ് ഇല്ല, കാരണം നമ്മൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് ചേർത്തല്ലോ. അപ്പോൾ നമ്മുടെ ലെഗ്സിൻ്റെ ഒക്കെ ആ ഒരു ടൈപ്പാണ്. അപ്പോൾ പിയേഴ്സ് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള സോപ്പല്ലേ. അപ്പോൾ നമ്മൾ സോപ്പ് പിന്നെയും ഇതുപോലെ ബട്ടർ പേപ്പറിൽ എന്താ പറയുക ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ, പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് വെള്ളം പൊട്ടാതെ, അതായത് മെൽറ്റാവാതെ റൂം ടെമ്പറേച്ചറിൽ എത്ര കാലം വേണമെങ്കിലും നിൽക്കും കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ 2 ദിവസം മുന്നേ ഒരു ആലോവേരേൻ്റെ സോപ്പ് ഉണ്ടാക്കിയതാണ്. ഇതേപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ നീര് പോലെ തന്നെ ആലോവേരയുടെ നീര്, ഒറിജിനൽ ആലോവേരേൻ്റെ നീരെടുത്തിട്ട് ആക്കിയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ ഇതിൽ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വയലറ്റ് കളറാണ് കിട്ടിയിട്ടുള്ളത് സോപ്പ്, വേറെ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ബീട്രൂട്ട് ഒഴിച്ചപ്പോൾ നമുക്ക് വയലറ്റ് കളറാണ് കിട്ടിയിട്ടുള്ളത്. ആ ബീട്രൂട്ടിൻ്റെ തന്നെ കളർ കിട്ടില്ല, അത് നമ്മൾ എന്ത് ഒഴിച്ചാലും സോപ്പിൽ അതേ കളർ കിട്ടില്ല. അപ്പോൾ എന്താ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഒരു സോപ്പ് ബേസ് എന്താ പറയുക 210 260 രൂപയ്ക്ക് വാങ്ങിച്ചാൽ നമുക്ക് ഒരുപാട് സോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, 100 ഗ്രാം കൊണ്ട് തന്നെ ഒരു 4 സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.